നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് രാഷ്ട്രീയ കേരളം. വാദപ്രതിവാദങ്ങളും വിമർശനങ്ങളും വെല്ലുവിളികളും ഒക്കെയായി കളം നിറയുകയാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പരമാവധി വോട്ടുകൾ നേടി വിജയിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഓരോ പാർട്ടികളും. മലപ്പുറത്തിന്റെ ഒരു രാഷ്ട്രീയ ഗതി എന്താണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ രാഷ്ട്രീയ ചിത്രം ഉൾപ്പെടെ പരിശോധിക്കുകയാണ് വോട്ടോസ്കോപ്പ്. സ്വാഗതം. തരംഗത്തിൽ ആടിയെങ്കിലും UDF ശക്തി കേന്ദ്രമായ മലപ്പുറം ഇളകാതെ നിന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത്. കയ്യിലുണ്ടായിരുന്ന 12 സീറ്റുകൾ UDFും 4 സീറ്റുകൾ LDFും നിലനിർത്തി. ഇരു മുന്നണികളിലുമായി 11 സിറ്റിംഗ് MLAമാർ വീണ്ടും വിജയിച്ചു. കൊണ്ട കാലം മുതൽ മുസ്ലിം ലീഗ് അപ്രമാദിത്വം ഉയർത്തിപ്പിടിച്ച ജില്ലയാണ് നമ്മുടെ മലപ്പുറം. മലപ്പുറം ജില്ലയിൽ ആകെയുള്ള 16 നിയമസഭാ മണ്ഡലങ്ങളിൽ 12 എണ്ണവും UDFിനൊപ്പമാണ്. 2021 പൊന്നാനി, തവനൂർ, നിലമ്പൂർ, താനൂർ എന്നീ 4 മണ്ഡലങ്ങളാണ് LDFിനെ തുണച്ചത്. പകുതിയോളം മണ്ഡലങ്ങളിലും അതിശക്തമായ പോരാട്ടമായിരുന്നു നടന്നത്. ഇക്കുറിയും അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. ഏറ്റവും ശ്രദ്ധേയ പോരാട്ടം നടന്നത് തവനൂരിലായിരുന്നു. മുൻമന്ത്രി KT ജലീൽ ആദ്യഘട്ടങ്ങളിലൊക്കെ പിന്നിലായിരുന്നുവെങ്കിലും അവസാന റൗണ്ടിലെ ഉജ്ജ്വലമായ തിരിച്ചുവരവിലൂടെ UDFിലെ ഫിറോസ് കുന്നുംപറമ്പിലിനെ കീഴടക്കി. 2016 തെരഞ്ഞെടുപ്പിൽ LDFിലെ V അബ്ദുറഹ്മാൻ അട്ടിമറിച്ച താനൂർ പിടിച്ചടക്കാൻ UDF യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെയായിരുന്നു രംഗത്തിറക്കിയിരുന്നത്. എന്നാൽ ഇത് പോരുമുറുക്കിയെങ്കിലും V അബ്ദുറഹ്മാന്റെ തേരോട്ടത്തെ പിടിച്ചുകെട്ടാൻ സാധിച്ചില്ല. നിലമ്പൂരിൽ LDF സ്വതന്ത്രനും സിറ്റിംഗ് MLAയുമായ PV അൻവറിനെയും UDFിന് വീഴ്ത്താനായില്ല. വിജയിച്ച 3ഇടത്തും പക്ഷേ LDF സ്ഥാനാർത്ഥികൾക്ക് 2016 ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം കുറവായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്ന് പ്രതിഷേധമുണ്ടായിട്ടും പൊന്നാനിയിൽ LDFിന്റെ P നന്ദകുമാറും തിരൂരങ്ങാടിയിൽ UDFിന്റെ KP മജീദും മുൻപ് ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷത്തോടെ മണ്ഡലങ്ങൾ നിലനിർത്തിയ കാഴ്ചയും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി. ആവേശകരമായ മത്സരം നടന്ന പെരിന്തൽമണ്ണയിൽ അവസാന ബൂത്തിലെ വോട്ടെണ്ണലിലാണ് UDFിലെ നജീബ് കാന്തപുരം മണ്ഡലം നിലനിർത്തിയത്. മലപ്പുറം മുൻ നഗരസഭാ അധ്യക്ഷനായിരുന്ന KPM മുസ്തഫയെ മറുകണ്ഠം ചാടിച്ച് സ്വതന്ത്രനായി LDF പരീക്ഷിച്ചെങ്കിലും വിജയത്തിലെത്തിക്കാനായില്ല. വേങ്ങരയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പതിവ് തെറ്റിക്കാതെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. കടുത്ത മത്സരം പ്രതീക്ഷിച്ചിരുന്ന മങ്കടയിലാകട്ടെ മുൻമന്ത്രി മഞ്ഞളാംകുഴി അലി അനായാസ വിജയമാണ് നേടിയത്. കോൺഗ്രസിന് കഴിഞ്ഞ തവണയും വണ്ടൂരിലെ AP അനിൽകുമാർ മാത്രമാണ് MLA ആയി ഉണ്ടായിരുന്നത്. പിന്നീട് നിലമ്പൂരിൽ PV അൻവർ രാജിവെച്ചതിനെ തുടർന്ന് കോൺഗ്രസിലെ ആര്യാടൻ ഷൗക്കത്ത് കൂടി വിജയിച്ചതോടെ കോൺഗ്രസ് MLAമാർ 2 ആയി. PV അൻവർ രാജിവെച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 11,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷൗക്കത്ത് പിതാവ് ആര്യാടൻ മുഹമ്മദ് ദീർഘകാലം കുത്തകയാക്കി വെച്ചിരുന്ന മണ്ഡലം UDFിന് വേണ്ടി തിരിച്ചുപിടിച്ചത്. ലീഗ് സിറ്റിംഗ് സീറ്റുകളായിരുന്ന ഏറനാട്, കോട്ടയ്ക്കൽ, തിരൂർ, വള്ളിക്കുന്ന്, കൊണ്ടോട്ടി മണ്ഡലങ്ങളിൽ 2016 ഭൂരിപക്ഷം കൂടിയ തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു 2021. എന്നാൽ മലപ്പുറം, മഞ്ചേരി എന്നിവിടങ്ങളിൽ നേരിയ കുറവുമുണ്ടായി. NDAയിൽ 14 സീറ്റിൽ BJPയും 2 സീറ്റിൽ BDJSുമാണ് അന്ന് മത്സരിച്ചത്. NDAയ്ക്കും വോട്ട് വിഹിതത്തിൽ പലയിടത്തും വലിയ കുറവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായത്. അങ്ങനെ സംഭവബഹുലമായ നിയമസഭാ തെരഞ്ഞെടുപ്പിനും പിന്നീട് നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനും ശേഷം ജില്ലയിൽ UDFിന് 13 MLAമാരും LDFിന് നിലമ്പൂർ നഷ്ടമായതോടെ 3 MLAമാരുമായി. ഇക്കുറിയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പടക്കളത്തിൽ സജീവമാണ് മുന്നണികളെല്ലാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 16 മണ്ഡലങ്ങളിലെയും വോട്ടുനിലയും മുന്നണികളുടെ പുതിയ പ്രതീക്ഷകളുമായി വോട്ടോസ്കോപ്പിൽ ഇനി നാളെ കാണാം. നമസ്കാരം.